നരേന്ദ്രമോദിയുടെ സ്വന്തം യോഗാഭ്യാസി ബാബ രാംദേവിന് പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. ആയുർവേദം, പ്രകൃതി, യോഗ എന്നിവയിലുള്ള വിശ്വാസത്തെ ചൂഷണം ചെയ്താണ് പതഞ്ജലി ഗ്രൂപ്പ് വിപണി കണ്ടെത്തിയത്. പതഞ്ജലി ഗ്രൂപ്പിന്റെ ഔഷധ പരസ്യങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 10 കേസുകൾ കേരളത്തിലാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിലെ ഡ്രഗ് വിഭാഗമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് 4, പാലക്കാട് 3, എറണാകുളം 2, തിരുവനന്തപുരത്ത് 1 വീതം കേസുകളാണ് വിവിധ കോടതികളിലെത്തിയത്. ബാബ രാംദേവ് എങ്ങനെയാണ് അവതരിച്ചതെന്നറിയാമോ? യോഗാചാര്യനായാണ് ഇദ്ദേഹം TV ഷോകളിലൂടെ രംഗത്തെത്തുന്നത്. വൈകാതെ പതഞ്ജലി ആയുർവേദ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാവായി. ഹെർബൽ ചായ, തേൻ, പശുവിൻ നെയ്യ്, സർബത്ത്, കുളിസോപ്പ് തുടങ്ങിയ ഇനങ്ങൾ ഇന്ത്യ മുഴുവനുമുള്ള 100,000 ഔട്ട്ലെറ്റുകളിലൂടെയും സൂപ്പർ മാർക്കറ്റുകളിലൂടെയും കച്ചവടം തുടങ്ങി. ബാബ രാംദേവ് അത്ര നിഷ്കളങ്കനൊന്നുമല്ല എന്നാണ് സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള നിരീക്ഷണം. ഭരണകൂടവുമായുള്ള ഈ യോഗാചാര്യന്റെ ബന്ധം പലതരം ഇടപാടുകളിലേക്ക് നയിക്കുന്നു. പതഞ്ജലി ബാബയും മാനേജിംഗ് ഡയറക്ടർ ബാലകൃഷ്ണ ആചാര്യയും ഒരു കോർപ്പറേറ്റ് ബിസിനസ് മാഗ്നറ്റ് ആകാൻ പ്രധാന ഒത്താശ നൽകിയത് ഭരണകൂടവും മീഡിയയും ചേർന്നാണ്. ഇന്ത്യയിലെ ഭൂരിഭാഗം പത്രമാസികകളും TV ചാനലുകളും പതഞ്ജലി മഹാത്മ്യം കൊണ്ടാടിയിട്ടുണ്ട്. അവർ ഒന്നുകിൽ BJP സർക്കാരിന് ആലവട്ടവും വെഞ്ചാമരവും വീശുന്നവരോ അല്ലെങ്കിൽ പതഞ്ജലിയുടെ ഫുൾ പേജ് പരസ്യം മോഹിക്കുന്നവരോ ആണ്. കേരളത്തിലെ കേസുകളിൽ രാംദേവും ബാലകൃഷ്ണയും ഇതുവരെ ഹാജരായിട്ടില്ല. നിലവിലുള്ള കേസുകൾ തെളിയിക്കപ്പെട്ടാൽ 6 മാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ്. ഇനി വിവിധ കോടതികളിൽ വിചാരണ നേടേണ്ടി വരും. എറണാകുളം ജില്ലയിൽ ഫയൽ ചെയ്ത 2 കേസുകളിൽ ഒന്നിൽ 2025 ജനുവരി 30-നും മറ്റൊന്നിൽ 2025 ഫെബ്രുവരി 17-നും പ്രതികളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഫയൽ ചെയ്ത കേസ് ഈ മാസം 21-ന് പരിഗണിക്കും. ചുരുക്കത്തിൽ ബാബ രാംദേവിനും കൂട്ടർക്കും പണി വരുന്നുണ്ട്. യോഗ ശീലമാക്കിയാൽ നന്ന്.